നമസ്കാരം. നമ്മളെല്ലാവരും കടല് കാണാൻ പോവാറില്ലേ? അപ്പൊ കടലിന്റെ അടിയിൽ എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളൊരു കടലിന്റെ അടിയിൽ വെള്ളമല്ലേ? അല്ല, അതിന്റെ അടിയിൽ എന്തോ ഉണ്ട്. നമുക്കൊന്ന് നോക്കിയാല്. കേൾക്കണതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. 198 മീറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ അടിയുടെ പേരാണ് സൺലൈറ്റ് സോൺ എന്നാണ് ആ അടിക്ക് പറയുന്നത്. അവിടെയാണ് കൂടുതലും മത്സ്യങ്ങൾ കാണപ്പെടുന്നത്. അതിന്റെ കുറച്ചുകൂടെ അടിയിലേക്ക് നമ്മൾ പോയാൽ 1500 മീറ്ററിലേക്ക് നമ്മൾ പോകുകയാണ് കേട്ടോ. ആ അടിയുടെ പേരാണ് ട്വിലൈറ്റ് സോൺ എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് സൂര്യപ്രകാശം ഇല്ല. സ്കൂബ ഡൈവിംഗ് അവിടെ ചെയ്യരുത്, അപകടമാണ്. അങ്ങോട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ മനുഷ്യന് കൂടുതലായിട്ട് ശ്വാസം കിട്ടത്തില്ല നമുക്ക്. ഇനി നമുക്ക് 6000 അടിയിലേക്ക് പോയാൽ, കടലിന്റെ 6000 അടി, അതിന്റെ പേരാണ് അബിസോളജിക് സോൺ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. മൊത്തം അന്ധകാരമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പല സൂക്ഷ്മ ജീവികളും പ്രകാശം തെളിയുന്ന ജെല്ലി ഫിഷൊക്കെ അതിന്റെ അടിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണാത്ത പലതരം മൃഗങ്ങൾ വരെ അതിന്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത്. 1872 കാലത്ത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ കടലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയായിരുന്നു. കടലിന്റെ അടിയുടെ ഭാഗം എന്തായിരിക്കുന്നു. അപ്പോൾ വേവ് ആണ് നോക്കിയത്. അവർക്കൊരു മീറ്റർ ഉണ്ടായിരുന്നു. ആ മീറ്ററിലൂടെയാണ് അവരറിയപ്പെടുന്നത്. അങ്ങനെ സമുദ്രത്തിന്റെ ഏറ്റവും മുമ്പിൽ ചെന്നിട്ട് അവർ അളക്കാൻ നോക്കി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു മിഷൻ പല അക്കങ്ങളാണ് കാണുക. അത്രയും മീറ്റർ, അത്രയും അടിയിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു എവറസ്റ്റ് കൊടുമുടി, ആ കൊടുമുടി തിരിച്ചു വെച്ചാൽ പോലും നമ്മൾ കടലിന്റെ അടിയിലേക്ക് എത്തത്തില്ല. അത്രയും നീളമുണ്ട്. അതുപോലെ തന്നെ പലതരം ഡിനോസറും പലതരം മൃഗങ്ങളും സൂക്ഷ്മജീവികളും അതിന്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത്. സോ കടലിന്റെ അടി നമുക്ക് എത്ര ശ്രമിച്ചാലും അളക്കാൻ കഴിയത്തില്ല. പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സൗണ്ട് വേവ് വെച്ചിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. പസഫിക് ഓഷൻ, അതായത് വലിയ സമുദ്രത്തിന്റെ അടിയിൽ ചെന്നിട്ടാണ് 1872 കാലത്ത് അവരത് ചെക്ക് ചെയ്യാൻ പോയത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അത്രയും അടി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കടൽ ഇഷ്ടമാണോ? കമന്റിലൂടെ പറയുക.